പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം എണ്ണ യന്ത്രം പോലെ താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ചതിന്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജി. ന്യൂനപക്ഷങ്ങളുടെ തെറ്റിദ്ധാരണകൾ അകറ്റാനായത് BJPയുടെ വോട്ട് വർദ്ധിപ്പിക്കുമെന്നും കൃഷ്ണകുമാർ. പാർട്ടിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ മനസ്സുള്ള ആളുകളെ തേടി സ്ഥാനമാനങ്ങൾ എത്തുക സ്വാഭാവികമാണെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു. കൊല്ലത്തെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ അവസാനവട്ട വോട്ടുറപ്പിക്കുന്നതിനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ്. ഇപ്പോൾ നമുക്കൊപ്പം NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജി ചേരുകയാണ്. വന്ന ശേഷമുള്ള ആ ഒരു കൊഴുപ്പ് ഓളം അതേപോലെ ആ വൈബ് നിലനിർത്തിക്കൊണ്ട് ഇന്നലത്തെ കലാശക്കൊട്ടിലടക്കം, അതായത് ഏറ്റവും ഉയരത്തിൽ നിന്നത് ഇന്നലെ NDA സ്ഥാനാർത്ഥിയായിരുന്നു. ഈ അവസാന നിമിഷം എങ്ങനെയാണ് ആ ഒരു പ്രതീക്ഷ വന്ന ദിവസം തൊട്ട് തന്നെ നമുക്ക് 100% എന്നുള്ള രീതിയിൽ താഴെ പോയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു NDAയുടെ സ്ഥാനാർത്ഥി തുടങ്ങുമ്പോൾ നല്ല ബോധം എനിക്കുണ്ട്. 1 ലക്ഷം വോട്ട് BJPക്കുണ്ട്. ഇവിടെ ശ്രീ പ്രേമേന്ദ്രൻ്റെ 5 ലക്ഷം വോട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 3.5 ലക്ഷം വോട്ടുണ്ട്. അപ്പോൾ 1ഉം 3ഉം തമ്മിൽ വ്യത്യാസം, അതായത് ഒന്നാമത്തെ പാർട്ടിയും മൂന്നാമത്തെ പാർട്ടിയും തമ്മിൽ വ്യത്യാസം 4 ലക്ഷം വോട്ടാണ്. പക്ഷെ അതാണ് എനിക്ക് സ്പിരിറ്റ് തന്നത്. കാരണം ഞാനൊരു 50,000 വോട്ടോ 1 ലക്ഷം വോട്ടോ അല്ല പിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിത് സാധാരണ ഒരു ഓർഡിനറി ഒരു വർക്ക് ചെയ്താൽ ഓർഡിനറി റിസൾട്ടേ ഉണ്ടാവും. എക്സ്ട്രാ ഓർഡിനറി അസാധാരണമായൊരു ജോലി എടുത്താൽ മാത്രമേ അസാധാരണ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ പ്രകൃതിയുടെ സംഭവം ഞാൻ എപ്പോഴും വിശ്വസിക്കും. നമ്മൾ അസാധാരണമായി ചെയ്തു തുടങ്ങുമ്പോൾ പ്രകൃതി പലതും ഇട്ടുതരും. പല വിഷയങ്ങൾ എൻ്റെ മുമ്പിൽ വന്നു എന്നുള്ളതാണ്. അത് പലതും വൈറലായി. അപ്പോൾ ജനശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്ക് തോന്നി തുടങ്ങി നമുക്ക് ഒരു പകരക്കാരനെ കിട്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തിന് താമരയിൽ കൊടുത്തു കഴിഞ്ഞാൽ കൊല്ലത്തിന് നല്ലതുണ്ടോ? ഇത് നമ്മൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അത് പ്രകൃതിയും കൂടി അനുഗ്രഹിക്കുന്നത്. അതാണ് കൊല്ലത്ത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടങ്ങിയത് 100-ൽ നിന്നാണെങ്കിൽ ഇന്നും അതേ 100-ൽ തന്നെ. പക്ഷേ 100-ൻ്റെ ഒരു ശക്തി കൂടിയിരിക്കുകയാണ്. പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി കുറച്ച് മണിക്കൂറുകളാണ് ബാക്കിയുള്ളത്. ഈ ഒരു സമയം കൊണ്ട് ഇനി ബാക്കി എങ്ങനെയാണ്? അതായത് ഞാൻ എല്ലാ വോട്ടേഴ്സിനായിട്ട് അഭ്യർത്ഥിക്കുന്നത് വെച്ചാൽ, പ്രത്യേകിച്ച് പണ്ട് പറഞ്ഞിരുന്നു BJP വന്നാൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഭയങ്കരമായ ദോഷം സംഭവിക്കുന്നു. ഞാനിങ്ങനെ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം ആൾക്കാർ, ക്രിസ്ത്യൻസ് വളരെയധികം നമ്മുടെ വന്നു കഴിഞ്ഞു. മുസ്ലിംസിന് ഇപ്പോഴും ഒരു ചെറിയൊരു സംശയമുണ്ട്. പക്ഷേ ഞാനിങ്ങനെ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഇല്ല കൃഷ്ണകുമാർ, ഞങ്ങൾക്കത് മാറിത്തുടങ്ങി. അതിന് ഞാൻ ചോദിച്ചു എന്താണ് കാരണം? അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തും പറഞ്ഞിരുന്നു, മോഡി വന്നാൽ BJP വന്നാൽ ഞങ്ങൾക്കിവിടെ കിടക്കാൻ പറ്റില്ല. ഇദ്ദേഹം വന്നിട്ട് 10 വർഷമായി, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഈ മുസ്ലിം സമുദായത്തിൽ ഒരു നവോത്ഥാനം പോലും ശ്രീ നരേന്ദ്രമോദി കൊണ്ടുവന്നു. നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും കുടുംബങ്ങളിൽ. അതായത് മുത്തലാഖ് നിരോധിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ശരിയാണ്. ഞാനൊന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. എല്ലാ മതങ്ങളിലും അനാചാരങ്ങളുണ്ട്. ഹിന്ദു മതത്തിലുണ്ട്, ക്രിസ്ത്യൻ മതത്തിലുണ്ട്. അപ്പോൾ ഹിന്ദു മതത്തിലെ സതി എടുത്ത് കളയേണ്ടി വന്നു. എന്താണ്? അതൊരു അനാചാരമായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞിട്ട് മുത്തലാഖ് ഇന്നും മുസ്ലിം കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ സഹോദരിമാരുള്ളവർക്ക്, ആ സഹോദരന്മാർക്കൊരു വലിയ ടെൻഷനാണ്. നാളെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് അയാൾക്ക് തോന്നുന്നു വേണ്ട, എളുപ്പ പരിപാടി 3 തവണ തലാഖ് ചൊല്ലുക, അതോടെ മൊഴിയില്ലെന്ന് പോലെ. അപ്പോൾ അവർ പറയുക, ഞങ്ങളിന്ന് ഏറ്റവും സന്തുഷ്ടരാണ്. കാരണം ഞങ്ങളുടെ മക്കൾക്കൊരു സുരക്ഷിത ജീവിതം കൊടുത്തു. നരേന്ദ്രമോദിക്കല്ലാതെ ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം? ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയാണ്. അതിന് മാധ്യമങ്ങൾക്ക് നന്ദിയുണ്ട്, സോഷ്യൽ മീഡിയയ്ക്ക് നന്ദിയുണ്ട്. കാരണം ആൾക്കാരിലോട്ട് എത്തിക്കുകയാണ്. CA ഞാൻ കൂടുതൽ സംസാരിച്ച് നീട്ടുന്നില്ല. നാളത്തെ ഇനി എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? നാട്ടിലാണോ, എവിടെയാണ്? രാവിലെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് LP സ്കൂളിലാണ് എൻ്റെ പോളിംഗ് ബൂത്ത്. അവിടെ രാവിലെ ഫസ്റ്റ് വോട്ടറായിട്ട് തന്നെ അവിടെ എത്തണം. കുടുംബത്തോടെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് നേരെ കൊല്ലത്തേക്ക് തിരിക്കും. അപ്പോൾ ജില്ല തീരുമാനിച്ചിട്ടുണ്ട് ഏത് മണ്ഡലത്തിൽ നിൽക്കുന്ന. പുനലൂരിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എല്ലാ പോളിംഗ് സ്റ്റേഷനിലും കയറി അവസാനം കൊല്ലത്ത് വന്ന് പോളിംഗ് തീരുന്നതിന് മുമ്പ് എല്ലാവരും സന്ദർശിക്കുക. ഇതാണ് പരിപാടി. എല്ലാവിധ വിജയാശംസകൾ. വളരെ സന്തോഷം. അമൃതയ്ക്കും അമൃതയുടെ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ ഇനിയുള്ള മണിക്കൂറുകളിലും വോട്ട് തേടി ഇറങ്ങി പരമാവധി വോട്ടുറപ്പിക്കാൻ തന്നെയാണ് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജിയുടെ തീരുമാനം. കൊല്ലത്ത് നിന്നും പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്.